ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖം തന്നെയല്ലേ? എനിക്ക് വട്ടാണെന്ന് ആരും വിചാരിക്കേണ്ടായിട്ട് ആദ്യം തന്നെ പറയാണ്. ഇതാ കൊയ്യാക്കയും കൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പേരക്ക ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇന്നൊരു നല്ലൊരു പുതിയ തരം ചമ്മന്തിയല്ല ചട്നി ഉണ്ടാക്കാൻ പോവാണ് കേട്ടാ. ഇത് വന്ന് ഇഡ്ഡലിക്ക്, ദോശയ്ക്ക്, ചോറ്റിന് എല്ലാത്തിനും നന്നായിട്ടുണ്ടായിരുന്നു. ഇന്ന് കാലത്ത് ഇത് അരച്ചിട്ട് കാലത്ത് ദോശയ്ക്കും വെച്ച് ഉച്ചയ്ക്ക് ഞാൻ ചോറ്റിനും കഴിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. ഇതാ ഒരു ഇടത്തരം കൊയ്യാക്ക വേണം, ഒരുപാട് പഴുത്തതുമല്ല ഒരുപാട് കാര പച്ചയില്ലേ അതുമല്ല കേട്ടോ. അതിന് നമ്മൾ ഇതാ വെട്ടിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്നി എങ്ങനെ അരയ്ക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ലേശ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. അതിൻ്റെ ആ ഒരു കളർ ചേഞ്ചായി വരില്ല, ഒരു ചുമന്ന കളറിലോട്ട് വരില്ല. ആ സമയത്ത് നമുക്കിതിലോട്ട് ഒരു വലിയുള്ളി, 5-6 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ചെറുതായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആ കൊയ്യാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരും. ആ കൊയ്യാക്കൻ്റെ കളർ ഉണ്ടല്ലോ, അതൊന്ന് ചേഞ്ചായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കേട്ടോ, അതും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ പച്ചമണം മാറുന്നത് വരയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു കൈ അളവിന് മല്ലിയില, പിന്നെ എനിക്കൊരു പേര് പുതിയതായിട്ടുണ്ട് കേട്ടോ, നസീറ എന്ന് മാത്രമല്ല മല്ലിയില താത്താന്നും കൂടെയാണ്. നിങ്ങളുടെ അടുത്ത് അതും കൂടെ ഞാൻ പറയുകയാണ്. എന്നിട്ട് ഇതാ മല്ലിയില ഇട്ട് നന്നായി ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് പെരുങ്കായം വേണം. എൻ്റെ അടുത്ത് പെരുങ്കായ പൊടിയാണുള്ളത്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇത് വഴറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് ആറാൻ വയ്ക്കുക. അത് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ നിങ്ങൾ ഒഴിച്ചോളൂ കേട്ടോ, നന്നായി തന്നെ ഉണ്ടാവും. പിന്നെ ഇതൊന്ന് താളിച്ചെടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ച് കടുക്, കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് എനിക്കിതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഇഡ്ഡലി ഇല്ല, അതിന് പകരമായിട്ട് ഗോതമ്പ് ദോശ ഞാൻ അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ച് ചട്നിയും എടുക്കുകയാണ് കേട്ടോ. ഇത് നിങ്ങളുടെ അടുത്ത് പുതിയതായിട്ട് ചൂടോടെ ഇഡ്ഡലി ചുട്ട് ഈ ചട്നിയും വെച്ച് നിങ്ങൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട കേട്ടോ. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, ഈ വീഡിയോകളൊക്കെ എൻ്റെ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, ബായ്.